അസ്സലാമു അലൈക്കും. ഹലോ, ഹായ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായ 3 ടിപ്പായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം. നമ്മൾ ബ്ലൗസ് ഇട്ടാലും സാരി എടുത്താലും അതുപോലെ ഷോളൊക്കെ പിൻ ചെയ്ത് കുത്തുമ്പോൾ നമ്മൾ ഈ ഒരു പിന്ന് ആകെപ്പാടെ ഒരു കുടുങ്ങിയിട്ട് വരികയില്ല. നമ്മളെ ഡ്രസ്സൊക്കെ ആകെ നമുക്ക് കീറി പോലെ ആ ഒരു ഹോൾസ് വന്ന പോലെയൊക്കെ തോന്നൂലേ. അപ്പോൾ എല്ലാവരുടെയും പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. അതുപോലെ എല്ലാവരും വീട്ടിൽ കാണും മെഡിസിൻ്റെ ഈ ഒരു കവറിൽ ഈ ഒരു ഭാഗം എടുക്കാം. അപ്പോൾ എടുത്തതിന് ശേഷം നമ്മളുടെ പിന്നു സൂചിയും കൊണ്ട് ഇതൊന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ ഇതേ ഒരു രീതിയിൽ കുത്തി കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് നന്നായിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. ഇതേ രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം ഏത് ഷേപ്പിലാണ് നിൽക്കണമെന്ന്. അതേപോലെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം നമുക്കിനി സാരി ആയാലും അതുപോലെ ബ്ലൗസ് ആയാലും ഷോളൊക്കെ കുത്തിയാലും ഇനിയിപ്പോൾ എന്ത് ചെയ്താലും ഒരിക്കലും നമ്മളെ ബ്ലൗസ് ആയാലും ഷോളായാലും ഒന്നും കേടുവരില്ല കേട്ടോ. നല്ല നീറ്റിൽ തന്നെ കുത്തിയിട്ട് നേരെ നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതെ ആ ഒരു ഹോൾസിലൊന്നും പോയി പടാതെ തന്നെ നിൽക്കും കേട്ടോ. നല്ല രീതിയിൽ പിൻ ചെയ്ത് നമുക്ക് ഉടുത്തിട്ട് പോകാം. അതുപോലെ തന്നെ ഇതൊന്ന് ഊരിയെടുക്കുമ്പോൾ ഈസി ആയിട്ട് ഊരിയെടുക്കാം, എവിടെയും തങ്ങി നിൽക്കില്ല. അതുപോലെ ഈ സ്റ്റെക്കായിട്ടൊക്കെ പിന്നി നിൽക്കുക. അതുപോലെ നമ്മളെ ഷോളൊക്കെ പെട്ടെന്ന് കേടുവരും. അപ്പോൾ ഈസി ടിപ്പാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു ഈസി ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത ടിപ്പ് നമ്മൾ നോക്കുന്നത്, നമ്മൾ ഗ്രേറ്ററൊക്കെ പെട്ടെന്ന് മൂർച്ച കുറവാണെങ്കിൽ നമ്മളിത് എന്തായിട്ട് ഉപയോഗിക്കുകയില്ലല്ലേ, വേറെ വാങ്ങാൻ നോക്കും. അപ്പോൾ ഇതൊക്കെ ഈസി ആയിട്ട് നമ്മൾ അതേപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചെറിയ ചെറിയ ഹോൾസിലൊക്കെ നല്ല ധാരാളം പോയിട്ട് ചളിയൊക്കെ നിൽക്കും. അതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ആ ഒരു ഹോൾസിൽ പോയിട്ട് അടഞ്ഞ് നിൽക്കും അല്ലേ. അതപ്പോൾ ഇത് കണ്ടില്ലേ, ഇതേപോലെയൊക്കെ പോയിട്ട് അടഞ്ഞ് നിൽക്കും. അപ്പോൾ എത്ര ക്ലീൻ ആക്കിയാലും ക്ലിയർ ആകില്ല. അതുപോലെ ഷാർപ്പ് പെട്ടെന്ന് കുറവാകും. അപ്പോൾ അതിനുള്ള ഈസി ടിപ്പ്, അതുപോലെ സ്റ്റവ് ഒന്ന് ഓൺ ചെയ്തിട്ട് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് 2 ഭാഗം ഒന്ന് ചൂടാക്കിയതിന് ശേഷം സ്റ്റവ് ഒന്ന് ഓഫാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ പഴയ സ്ക്രബ്ബറില്ലേ അത് വെച്ചിട്ട് എല്ലാ ഭാഗവും ഇതേപോലെ നന്നായിട്ട് സ്ക്രബ്ബർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഹോൾസിൽ അടഞ്ഞിരിക്കുന്ന സാധനം നന്നായിട്ട് പോകും. വേസ്റ്റൊക്കെ ചെറിയ ഹോൾസിൽ അടഞ്ഞു നിൽക്കില്ല, അതൊക്കെ പോയിട്ട് നല്ല ഷാർപ്പായിട്ട് കിട്ടും കേട്ടോ. നമ്മളെ ഗ്രേറ്റർ പുതിയതുപോലെ ആയി കിട്ടും, നല്ല ഷാർപ്പായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത ടിപ്പ് നമുക്ക് നോക്കേണ്ടത്, നമ്മൾ സ്വിച്ച് ബോർഡൊക്കെ നമ്മളെ കയ്യിലത്തെ എണ്ണമെഴുക്കും എല്ലാം തട്ടിയിട്ട് ഭയങ്കര മുഷിഞ്ഞിരിക്കില്ലേ. ഇപ്പോൾ അടുത്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് എത്രത്തോളം ഇതിൽ ചളിയുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളെ കൈ തന്നെ തൊട്ടിട്ടാണ് ഓരോന്ന് ഇങ്ങനെ ആകണതില്ലേ. അപ്പോൾ ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് നീക്കം ചെയ്യാം. ഇതുപോലെ നല്ലൊരു കോട്ടൺ ടൗലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അതിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ നനവുള്ള തുണികളൊന്നും എടുക്കല്ലേ കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ തുണി മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ആ ഭാഗം കറിയും ചളിയൊക്കെ എണ്ണമെഴുക്കൊക്കെ ഉള്ള ഭാഗം നന്നായിട്ട് തുടച്ചെടുക്കുക. ഇപ്പം തന്നെ ഏകദേശം നല്ലതുപോലെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമ്മൾ ചെയ്യാം. വേറൊരു ഡ്രൈ ആയിട്ടുള്ള കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന പൗഡർ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻ ഡേറ്റ് കഴിഞ്ഞ പൗഡറൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കളയാതെ എടുത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്വിച്ച് ബോർഡിലൊക്കെ നല്ല പൗഡർ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ള കോട്ടൺ തുണിയും കൊണ്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കുക. അപ്പോൾ നമ്മൾ സ്വിച്ച് ബോർഡിൽ എന്തായാലും എണ്ണമെഴുക്കും ചളിയൊക്കെ നമ്മൾ തൊട്ടിട്ട് തന്നെ ആക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ എത്രത്തോളം നല്ല പഴുങ്ക് പോലെ പുതുപുത്തൻ്റെ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ ഇതുപോലെയുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കാം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ, താങ്ക് യു.